ഹലോ വെൽക്കം ബാക്ക് അവർ ചാനൽ. അപ്പോൾ നമ്മളിന്ന് പുതിയൊരു വീഡിയോയിലോട്ടാണ് പോകുന്നത്. വേറൊന്നുമല്ല, ഫോട്ടോഷോപ്പ് നമുക്ക് ബേസിക് ആയിട്ട് എങ്ങനെ പഠിക്കുക എന്നുള്ളതാണ്. അപ്പം നമുക്ക് എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. അതിൻ്റെ മുന്നായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മൾ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അപ്പം ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഓക്കെ, ഓൾറെഡി ഞാനിപ്പോൾ ഇവിടെ അഡോബ് CS6 ആണ് ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ നേരെ അത് ഓപ്പൺ ആക്കാം. പിന്നെ ഫോട്ടോഷോപ്പ് എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ ഇമേജ് എഡിറ്റിങ്ങിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആക്ച്വലി ഇത് യൂസ് ചെയ്യുന്നത്. നമുക്ക് റീകറക്ഷൻ ചെയ്യാം, ഡിസൈൻ ചെയ്യാം. നമുക്ക് അത്യാവശ്യമായിട്ട് ഫോട്ടോ ഔട്ട്പുട്ടൊക്കെ കിട്ടാൻ ഏറ്റവും നല്ല ക്വാളിറ്റിയിലൊക്കെ കിട്ടണമെന്നെങ്കിൽ ഫോട്ടോഷോപ്പിൽ എഡിറ്റ് ചെയ്താൽ മതി. അത്യാവശ്യമായിട്ട് നമുക്ക് പറഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ നമ്മൾ ആദ്യമായി പറഞ്ഞു തരാം. ഓക്കെ, അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു വ്യൂ വരുന്നത് ഇങ്ങനെയാണ്. പിന്നെ ഫസ്റ്റ് ഈ സൈഡിൽ കാണുന്നുണ്ടോ, അതാണ് ചെറിയ ബോക്സിൽ കാണുന്നത്, അതാണ് നമ്മുടെ ടൂൾ ബോക്സ്. അപ്പോൾ അതിൽ കുറച്ച് ടൂൾസുകളൊക്കെ ഞാൻ പറഞ്ഞു തരാം. കുറച്ചല്ല, അതിലുള്ള ടൂൾസുകളൊക്കെ ഞാൻ പറഞ്ഞു തരാം. പിന്നെ അതിൽ കൂടുതലും വരുന്നത് കട്ടിങ്ങിന് വേണ്ടിയിട്ടാണ്. അതായത് ഫോട്ടോ എഡിറ്റ് ചെയ്യാനും കട്ട് ചെയ്യാനും ഒക്കെ ഉള്ള ടൂൾസാണ് കൂടുതലും വരുന്നത്. ഓക്കെ, ടൂൾസൊക്കെ പറഞ്ഞ് തന്ന് അതിൻ്റെ ഒപ്പം നമ്മൾ വെഡിങ് കാർഡ് ഡിസൈൻ ചെയ്യാനും അതുപോലെ തന്നെ വിസിറ്റിംഗ് കാർഡ്, അതുപോലെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ എങ്ങനെ സെറ്റ് ചെയ്യാമെന്നുള്ള ക്ലാസ്സുകളൊക്കെ ഞാൻ വരും ക്ലാസ്സുകളിൽ പറഞ്ഞു തരാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നതിനനുസരിച്ച് നമ്മൾ ക്ലാസ് ക്ലിയർ ആയിട്ട് എടുത്തു തരുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു ഏരിയ കണ്ടോ, അതാണ് നമ്മുടെ ആ വർക്കിംഗ് ഏരിയ ആണ്. ഫസ്റ്റ് അപ്പോൾ നമ്മൾ നോക്കാം. അതിൽ ഫസ്റ്റ് കാണുന്നത് ഫയൽ, എഡിറ്റ്, ഇമേജ്, ലെയർ, ടൈപ്പ്, ഫോമാറ്റ്, സെലക്ട്, ഫിൽറ്റർ, 3D വ്യൂ, വിൻഡോ, ഹെൽപ്പ്, ഇതൊക്കെ നമുക്ക് എന്താണ് മെനൂസാണ് വരുന്നത് കേട്ടോ. അപ്പോൾ അതിൽ ഈ സൈഡിൽ കാണുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു ഓൾറെഡി ടൂൾസുകളാണ്. അപ്പോൾ അതിലുള്ള ടൂൾസുകളൊക്കെ നമ്മൾ എങ്ങനെയൊക്കെ യൂസ്ഫുൾ, നമുക്ക് ഏറ്റവും കൂടുതൽ കട്ട് ചെയ്യാനൊക്കെ ഏറ്റവും ഈസി ആയിട്ട് നിങ്ങൾക്ക് ഏതാണ് യൂസ് ചെയ്യാൻ പറ്റുന്നത് വെച്ചാൽ അത് വെച്ചിട്ട് കട്ട് ചെയ്താൽ മതി. നിങ്ങൾക്ക് ഏതാണോ അത് കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് വെച്ചാൽ അത് ചെയ്യാം. പിന്നെ നമ്മൾ ഓരോ ടൂൾസ് യൂസ് ചെയ്യുമ്പോൾ ഈ മെനൂസിൻ്റെ താഴെ അതിൻ്റെ ഓപ്ഷൻസുകൾ വരും. അപ്പോൾ നമ്മളിപ്പോൾ മൂവ് ടൂൾ എടുത്തു, അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഓപ്ഷൻസുകളാണ് അവിടെ മേലേക്ക് വരുന്നത്. അങ്ങനെ ഓരോ ടൂൾസുകളും നമ്മളവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിന് നമ്മൾ സെലക്ട് ചെയ്യുന്നതിനനുസരിച്ച് ആ മേലത്തെ ഓപ്ഷൻസുകൾ ചേഞ്ചായി വരും. ഇത് ആ ഒരു സ്പേസ് നമ്മൾ പേജൊക്കെ ഓപ്പൺ ആയിട്ട് വരുന്ന ഒരു ഭാഗമാണ്. ഫസ്റ്റ് നമ്മൾ മൂവ് ടൂൾ പറഞ്ഞു തരാം. അപ്പോൾ അതിന് മുന്നേ വെറുതെ മൂവ് ടൂൾ എടുക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഈ സൈഡിലുള്ള ലെയർ ബോക്സ് പറയാൻ മറന്നുപോയി. ഇതാണ് ലെയേഴ്സ്. അതായത് നമ്മളൊരു ഫോട്ടോ നമ്മൾ ഓണല്ല, ഇപ്പോൾ ലെയേഴ്സ് നിങ്ങൾ വിൻഡോയിൽ ഓപ്പൺ അല്ലാന്നുണ്ടെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്താൽ മതി. നമ്മുടെ മെനു ബാർ ഉണ്ടല്ലോ, ആ മെനു ബാറിൽ പോയിട്ട് വിൻഡോയിൽ പോയിട്ട് അതിൽ ലെയേഴ്സ് എനേബിൾ ആണോ നോക്കുക, ടിക്കാണോ നോക്കിയാൽ മതി. അപ്പോൾ വിൻഡോയിൽ നമ്മൾ ഇത് കൊണ്ട് ഓൾറെഡി 7 അതാണ് അതിൻ്റെ ഷോർട്ട് കീ വരുന്നത്. അപ്പോൾ അത് നിങ്ങൾ നോട്ട് ചെയ്ത് വയ്ക്കുക. ബിക്കോസ് നമുക്ക് എപ്പോഴും ലെയർ ബോക്സ് ഓപ്പൺ ആയിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു തരുന്നത്. അപ്പോൾ പിന്നെ വരുന്നത് ആ ടൂൾസും ഓപ്ഷൻസും ഒക്കെ ടിക്കാണ്. അതുകൊണ്ടാണ് ആ ഓപ്ഷൻസും ടൂൾസും ഇവിടെ നമ്മുടെ വിൻഡോയിൽ കാണുന്നത്. അപ്പോൾ ചില സിസ്റ്റത്തിൽ ഇത് ഓപ്പൺ അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളിങ്ങനെ ഓപ്പൺ ആക്കി ഇടാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് നമ്മൾ ന്യൂ പേജ് ഫയലിൽ വരുന്ന എന്തൊക്കെയാണെന്ന് പറയാം. ന്യൂ, ഓപ്പൺ, സേവ്, പിന്നെ ഇമ്പോർട്ട്, ഓട്ടോമേറ്റ്, പിന്നെ എക്സിറ്റ് ഒക്കെ ഉണ്ട്. സേവ് ആസ് ചെയ്യാം. പിന്നെ ഇമ്പോർട്ട് എന്ന് പറയുന്നത് എന്താണ്? ഇമ്പോർട്ട് എന്ന് പറയുന്നത് നമ്മളൊരു ഫയലിനെ നമ്മളെ സിസ്റ്റത്തിലേക്ക് സ്കാൻ ചെയ്ത് വയ്ക്കാം സ്കാനർ വഴി, അതൊക്കെയാണ്. പിന്നെ ഓട്ടോമാറ്റിൽ PDF ആയിട്ട് സേവ് ചെയ്യാം. ഇതൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം കേട്ടോ. ഇപ്പോൾ ഫസ്റ്റ് നമ്മൾ എടുക്കേണ്ടത് എന്താ വെച്ചാൽ ഫയൽ ന്യൂ, അതിൻ്റെ ഒരു ബേസ് പറഞ്ഞു തരാം. പുതിയൊരു പേജ് എടുക്കുമ്പോൾ അതിങ്ങനെ ഒരു വിൻഡോ ആണ് വരിക. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും നെയിം കൊടുക്കണമെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കാം. ഇപ്പോൾ ചെറിയ കുട്ടികളൊക്കെ ആണെങ്കിൽ അവർക്ക് ഇഷ്ടമായിരിക്കും അവരുടെ പേര് ആ പേജിൽ നിന്ന് വരുന്നത്. അപ്പോൾ അങ്ങനെ നിങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓൾറെഡി അതങ്ങനെ ചെയ്താൽ മതി. ഇപ്പോൾ ഞാനിപ്പോൾ ഇവിടെ നമ്മുടെ ചാനലിൻ്റെ പേരാണ് കൊടുക്കുന്നത്, സുകന്യ മണലൂർ, അതാണ് ഞാൻ ടൈപ്പ് ചെയ്യുന്നത്. ഇത് തന്നെയാണ് എൻ്റെ ഇൻസ്റ്റാ ഐഡിയും. അപ്പോൾ നിങ്ങൾക്ക് നമ്മൾ ഇൻസ്റ്റായിൽ നമ്മൾ പരിചയപ്പെടുന്നുണ്ടെങ്കിൽ അതിലൊന്ന് ഫോളോ ചെയ്താൽ മതി. ഓക്കെ, ഒന്ന് കമൻറ്റ് ചെയ്യും വേണം കേട്ടോ. പിന്നെ
ഇതിൽ പല ടൈപ്പ് പ്രീസെറ്റ്സ് ഉണ്ട്, പേജസ് ഉണ്ട്. അപ്പോൾ നമ്മൾ കൂടുതലും ഫോട്ടോഷോപ്പായിട്ട് ബന്ധപ്പെട്ട പേജസ്, ഡിസൈനിങ് ഒക്കെ ആണെങ്കിൽ അത്യാവശ്യം വലുപ്പമുള്ള പേജൊക്കെ ആണെങ്കിൽ ഇൻ്റർനാഷണൽ പേപ്പേഴ്സ് അതിലുണ്ട്. അതല്ലെങ്കിൽ ഫോട്ടോ സൈസ്, അതായത് ഇഞ്ച് വൈസ് ആയിട്ടുള്ള പേജസുകളും ഇവിടെ കാണാം. അപ്പോൾ ഇതിൽ ഇപ്പോൾ ലെറ്റർ എന്നുള്ളൊരു സൈസിൽ നമ്മളൊന്നും ടൈപ്പ് ചെയ്യുന്നു വേണ്ട, മെഷർ ചെയ്യുന്നു വേണ്ട, ഓട്ടോമാറ്റിക്കായിട്ട് A4 സൈസ് പേജ് എടുത്താൽ അതിൻ്റെ മെഷർമെൻറ്റ് വരും. അങ്ങനെ A3 A1. ഇപ്പോൾ നമ്മൾ അമ്പലങ്ങളിലൊക്കെ അതായത് വലിയ വലിയ നോട്ടീസൊക്കെ ചെയ്യുന്ന ആൾക്കാർ ഈ 3 കളർ 4 കളർ ഒക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ടാവുമല്ലോ, അതായത് കളർ പ്രിൻ്റ് ചെയ്തിട്ട് നോട്ടീസ് കൊടുക്കുന്ന ആളുകൾ, അവർക്കൊക്കെ A3 A2 A1 ആ ഒരു സൈസിലുള്ള പേജസാണ് യൂസ് ചെയ്യുക, അവർ ഡിസൈൻ ചെയ്യാൻ നമുക്ക് തരിക. അപ്പം ഇതിൽ അങ്ങനെ പല ടൈപ്പ് പേജസുകൾ ഇവിടെ ഉണ്ടെന്നാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞു വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് റെസൊല്യൂഷൻ എപ്പോഴും 300 തന്നെ ഇട്ട് കൊടുക്കുക. അതാണ് നമ്മൾ അതിൻ്റെ ഒരു ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുക. നമുക്ക് ഇപ്പോൾ അപ്ലോഡ് ചെയ്ത് കയറ്റാനൊക്കെയാണ് ഒരു ഫോട്ടോ, പാസ്പോർട്ട് സൈസ് ഫോട്ടോ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്ത് കയറ്റാനാണെങ്കിൽ അതിൽ റെസൊല്യൂഷൻ എന്നുള്ള ഭാഗം ഉണ്ടല്ലോ, ഇതിപ്പോൾ ഞാൻ പല പേജസുകൾ നിങ്ങൾക്ക് ഇങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കാണിച്ചു തരുന്നുള്ളൂ. അതിൽ റെസൊല്യൂഷൻ നമ്മൾ കുറച്ചിട്ടാൽ MB, അതായത് KB കുറച്ച് കൊണ്ടുവരാം. ഓക്കെ, ഇത് പല ടൈപ്പ് പേജസുകൾ ഇവിടെ കാണിക്കുന്നു എന്നുള്ളൂ. അപ്പോൾ ഇത്രയും നിങ്ങൾ മനസ്സിലാക്കുക. അത് കഴിഞ്ഞിട്ട് അതിൽ വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ഇട്ട് കൊടുക്കുക. അത് നിങ്ങളിഷ്ടത്തിന് അതിലൂടെ ബാക്ക്ഗ്രൗണ്ടൊക്കെ വരും, അതൊക്കെ ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഇവിടെ വന്ന് നിൽക്കുന്നത് ഈ A4 A3 A2 എന്നൊക്കെ ഉള്ള സൈസിലുള്ള പേജസാണ്. അതായത് നിങ്ങൾക്കിപ്പോൾ ഡിസൈൻ ചെയ്യുകയാണ്, നിങ്ങളൊരു കവർ പേജ് ഡിസൈൻ ചെയ്യുകയാണെന്ന് കരുതാം. അപ്പോൾ നമ്മൾ ഇപ്പോൾ A4 സൈസുള്ളൊരു ടെക്സ്റ്റ് ബുക്കിൻ്റെ കവർ പേജാണ് നിങ്ങൾ ഡിസൈൻ ചെയ്യുന്നേക്കുക. അപ്പോൾ നമ്മൾ ആ ഒരു സൈസുള്ള പേജ് ഇവിടെ തന്നെ കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മളതെടുത്താൽ മതി. ക്ലിയർ ആയല്ലോ? ഓക്കെ, പിന്നെ ഇതിൻ്റെ ഒരു ഇത് പറഞ്ഞു തരാം. നമ്മൾ ഈ A4 എന്ന് പറയുന്നില്ല, ഈ A4ൻ്റെ ഡബിളാണ് എന്ത് A3, ഈ A3യുടെ ഡബിളാണ് എന്ത് A2, ഈ A2ൻ്റെ ഡബിളാണ് എന്ത് A1. അപ്പോൾ ഫസ്റ്റ് നമ്പേഴ്സിലേക്ക് കയറി വരുമ്പോൾ എന്താണ് സൈസ് കൂടി വരിക. പിന്നെ നമ്പർ ഈ 6 ഒക്കെ വരുമ്പോൾ അല്ലെങ്കിൽ A5 ഒക്കെ വരുമ്പോൾ A4ൻ്റെ ഫോൾഡ് ചെയ്യുമ്പോൾ ഒരു സൈസ് ഉണ്ടാവില്ലേ, അതാണ് A5 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ A5 A6 ഒക്കെ അങ്ങനെ അതിൽ കാണാം. പിന്നെ പിക്സൽസ് ആക്കാം, നിങ്ങൾക്ക് ഇഞ്ചസ് വൈസ് ഒക്കെ നിങ്ങൾക്ക് എന്താ മെഷർമെൻറ്റുകൾ മാറ്റി എടുക്കാം. ഇപ്പം നമുക്ക് ജസ്റ്റ് ഒരു ഫോട്ടോ സൈസ് എടുത്തിട്ട് അതിൽ ഇഞ്ചാക്കിയിട്ട് കൊടുത്തു, നമുക്ക് ഇഷ്ടമുള്ളൊരു ഫോട്ടോ എടുത്തു, റെസൊല്യൂഷൻ ചെയ്തു. ഇത്രയും ചെയ്തിട്ട് ഇതൊക്കെ ഓരോ ടൈപ്പ് പേജസുകളാണ്, വെബ് പേജുകളുണ്ട്. അതിൽ ഓൾറെഡി ഞാൻ എടുത്ത് ഓരോന്ന് കാണിച്ചു തരുന്നു എന്നുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു 3 കളർ 4 കളർ. അപ്പോൾ ഇതിൽ ഈ 3 കളറും 4 കളർ എന്ന് പറയുന്നത് ഈ കളർ മോഡിൽ കാണാം RGB കളറും ഒപ്പം CMYK കളറും. അതായത് RGB കളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെഡ്, ഗ്രീൻ, ബ്ലൂ കോമ്പിനേഷൻ കളേഴ്സാണ്. പിന്നെ CMYK, അതായത് ഔട്ട്പുട്ട് നമുക്ക് നല്ല ക്വാളിറ്റിയിൽ പ്രിൻറ്റ് വരുന്നുണ്ടെങ്കിൽ കളർ ഡിമ്മാവും, പക്ഷേ അത് ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്ത് നിൽക്കണമെന്നുണ്ടെങ്കിൽ തന്നെ അത് CMYKയിൽ വർക്ക് നമ്മൾ ആ പേജ് എപ്പോഴും മോഡ് സെറ്റ് ചെയ്ത് വെക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ പ്രിൻ്റ് ഔട്ടൊക്കെ എടുക്കുന്ന വർക്കുകൾക്ക് CMYK തന്നെ കൊടുക്കണം. ഈ CMYKയിൽ വരുന്ന കളേഴ്സ് എന്ന് പറയുന്നത് സൈൻ, മജന്ത, യെല്ലോ, ബ്ലാക്ക്. അതാണ് CMYK. എന്ന് പറയുന്നത് ബ്ലാക്ക് ആണ് കേട്ടോ. അപ്പോൾ ഇത് രണ്ടും നമ്മളെപ്പോഴും ശ്രദ്ധിക്കുക. നമ്മളിപ്പോൾ ജസ്റ്റ് ഒരു ഫോട്ടോ എഡിറ്റിങ്ങിനോ കാര്യങ്ങൾക്കൊക്കെ നമ്മൾ RGB ഇട്ടിട്ട് എഡിറ്റ് ചെയ്താൽ മതി കേട്ടോ. CMYK നമ്മൾ പ്രിൻ്റ് എടുക്കുമെങ്കിൽ മാത്രം അത് ജസ്റ്റ് നല്ല ക്വാളിറ്റി കിട്ടണമെങ്കിൽ CMYK മോഡ് തന്നെ ഓപ്പൺ ആക്കി ചെയ്യണം കേട്ടോ. അപ്പോൾ അതിൽ ബാക്ക്ഗ്രൗണ്ട് കണ്ടൻസ് നെക്സ്റ്റ് വരുന്നത് അതിൽ ഈ അടിയിൽ കണ്ടോ, അതിൽ ബാക്ക്ഗ്രൗണ്ട് കളർ. അപ്പോൾ നമ്മൾ ഓൾറെഡി ആദ്യമേ അവിടെ ബാക്ക്ഗ്രൗണ്ട് കളർ സെറ്റ് ചെയ്തിട്ട് വെക്കുകയാണെങ്കിൽ ആ കളർ അവിടെ വരും. അപ്പോൾ നമുക്ക് തൽക്കാലത്തിന് ഇപ്പോൾ ഇവിടെ വൈറ്റ് കളർ സെറ്റ് ചെയ്താൽ മതി. ഇത്രയേ ഉള്ളൂ നമ്മൾ ഈ ഒരു ന്യൂ പേജ് സെറ്റ് ചെയ്യുക. എന്നിട്ട് ഓക്കെ പറയാം. അപ്പോൾ അതേ ഇങ്ങനെ ഒരു വിൻഡോ ആണ് നമുക്ക് കിട്ടുക. അപ്പോൾ അതിൻ്റെ മേലെ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ നമ്മുടെ പേര് അവിടെ വരും. ഇനി നമ്മൾ ഓപ്പൺ ആണ് കൊടുക്കുന്നത്, Ctrl+O, അതാണ് ഓപ്പണിൻ്റെ ഷോർട്ട് കീ വരുന്നത്.
അപ്പോൾ ഇതിൽ നമ്മൾ ഓൾറെഡി സേവ് ചെയ്ത് വെച്ചിട്ടുള്ള പിക്ചേഴ്സ് അല്ലെങ്കിൽ നിങ്ങളിൽ സിസ്റ്റത്തിലുള്ള ഏതാണോ ആ ഫോട്ടോ സെലക്ട് ചെയ്തു. അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു പിക്കാണ് എടുത്തത്. അപ്പോൾ ഇത് നേരെ നമ്മൾ മൂവ് ചെയ്യാൻ പറ്റുമോ നോക്കുകയാണ്. അപ്പോൾ പറ്റില്ല, കാരണം അവിടെ വെറുതെ പിടിച്ച് ഞെക്കിക്കൊണ്ട് കാര്യമില്ല. നമ്മൾ എന്ത് ചെയ്യണം, ഒന്ന് മൗസ് ഞെക്കി പിടിച്ചുകൊണ്ട് തന്നെ, അതായത് പ്രസ് ചെയ്തുകൊണ്ട് നമ്മൾ ആ നെക്സ്റ്റ് പേജിൻ്റെ ടൈറ്റിലിൻ്റെ അവിടേക്ക് കൊണ്ടുപോകാം. ഈ പഴയ വേർഷനൊക്കെ ആണെങ്കിൽ നമുക്ക് നേരെ അതിലേക്ക് കൊണ്ടിടാനുള്ളൊരു ഈസി ഉണ്ടാവും. പക്ഷേ ഇത് ഇങ്ങനെ ആ ഒരു പേജിൻ്റെ നെയിം എഴുതിയുള്ളിടത്തോ അല്ലെങ്കിൽ എവിടെയെങ്കിലും അവിടെ കൊണ്ടുപോയിട്ട് ഒന്ന് വിട്ടാൽ മതി. അപ്പോൾ അത് ആ പേജിലേക്ക് പേസ്റ്റ് ആയിട്ടുണ്ടാവും. കണ്ടോ? അപ്പോൾ ഇതാണ് നമ്മുടെ മൂവ് ടൂൾ എന്ന് പറയുന്നത്. ഇത്രയേ ഉള്ളൂ ഫസ്റ്റ് ടൂൾ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ആ പേജ് ക്ലോസ് ചെയ്ത് കളഞ്ഞു. അപ്പോൾ ഇതേ കണ്ടോ, ഇപ്പോൾ ആ ലെഫ്റ്റ് സൈഡിൽ ഓക്കെ, ഞാനിപ്പോൾ ഒരു ഫോട്ടോയും കൂടെ നിങ്ങൾക്ക് മൂവ് ചെയ്ത് കാണിച്ചു തരാണ്. അപ്പോൾ ഈ ഒരു പിക്ക് എടുത്തു, എന്നിട്ട് നേരെ മൗസ് ഒന്ന് പ്രസ് ചെയ്ത് പിടിച്ചിട്ട് ഇതിലേക്ക് കൊണ്ടുവന്നിട്ട് വിടാം. അപ്പോൾ ഇതെന്താണ്, ഇത് ഭയങ്കര സൈസ് നല്ല ഹൈ റെസൊല്യൂഷനുള്ള പിക്കായതുകൊണ്ടാണ് നമ്മളെടുത്ത ഫോട്ടോയിനേക്കാളും പേജിനേക്കാളും വലിപ്പമുള്ളത് കൊണ്ടാണ് ഇങ്ങനെ വരുന്നത്. അപ്പോൾ ഈ സൈഡിൽ നോക്കിയ 2 ലെയേഴ്സ് ഉണ്ട്. അപ്പോൾ രണ്ടും വേറെ വേറെ ആയിട്ട് സെലക്ഷനിൽ നിൽക്കുകയാണ്. കണ്ടോ? അപ്പോൾ ഈ ലെയർ നമുക്ക് എന്ത് ചെയ്യണം, ഒന്ന് സൈസ് കുറയ്ക്കാം. സൈസ് കുറയ്ക്കുക എങ്ങനെയാണ്, അപ്പോൾ ആ ലെയർ ഒന്ന് സെലക്ട് ചെയ്യുക. ആ സെലക്ട് ചെയ്തിട്ട് ഈ എഡിറ്റ് മെനുവിൽ പോയിട്ട് ഫ്രീ ട്രാൻസ്ഫോം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ കാണാം. അതിൻ്റെ ഷോർട്ട് കീ വരുന്നത് എന്താണ്, Ctrl+T. അതാണ് അതിൻ്റെ ഷോർട്ട് കീ. ഈ ഷോർട്ട് കീസ് പഠിച്ചു കഴിഞ്ഞാൽ കുറേയൊക്കെ നമുക്ക് സുഖം. അപ്പോൾ മെനൂസും കാര്യങ്ങളൊന്നും ഓർത്ത് വെച്ചില്ലെങ്കിലും നമുക്ക് ആ ഷോർട്ട് കീ വെച്ചിട്ട് ചെയ്യാം. പിന്നെ ഇങ്ങനെ ഒരു സെലക്ഷനാണ് വരിക. അപ്പോൾ ഈ സെലക്ഷൻ വന്നു കഴിഞ്ഞാൽ ആ എഡ്ജിൽ പോയിട്ട് ചില നല്ല അഡ്വാൻസ്ഡ് ആയിട്ടുള്ള വേർഷൻ ആണെങ്കിൽ നേരെ പിടിച്ച് ഇങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ അത് ഓക്കെ, അത് ആ പിക്കിന് ഒരു കുഴപ്പവും ഉണ്ടാവില്ല. അതായത് പിക്ക് ഇങ്ങനെ വണ്ണം വയ്ക്കുക, വണ്ണം കുറയുക, ഈ ഒരു പതിഞ്ഞ പോലെയൊക്കെ ആവും. എങ്ങനെ നേരെ ഞാൻ പറയുന്ന രീതിയിലല്ല നമ്മളത് വലിച്ചുള്ളതെങ്കിൽ അതെങ്ങനെയാണെന്ന് ഡ്രാഗ് ചെയ്യണമെന്ന് പറഞ്ഞു തരാം. അത് നമ്മളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ആ ഫോട്ടോ ഇതുപോലെ എടുത്ത്, ഇതിപ്പോൾ ഞാൻ ആദ്യത്തെ പോലെ ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ എന്നിട്ടാണ് ഞാൻ Ctrl+T എടുക്കുന്നത്, അതായത് ഫ്രീ ട്രാൻസ്ഫോം ചെയ്യേണ്ടത്. ഈ ഫ്രീ ട്രാൻസ്ഫോം എഡിറ്റിൽ പോയിട്ട് ഒന്നുകൂടെ സെലക്ട് ചെയ്ത് കൊടുത്തു. എന്നിട്ട് ഷിഫ്റ്റ് ഓൾട്ട് പിടിച്ചിട്ട് കണ്ടോ, അപ്പോൾ നമ്മൾ ചെയ്താകുമ്പോൾ കറക്റ്റ് ആ പിക്കിൻ്റെ ആ ഒരു ലെവലിലേക്ക് തന്നെ അത് നിൽക്കും. ഓക്കെ, നിങ്ങളത് ശ്രദ്ധിക്കണം കേട്ടോ. ഇത്രയാണ് ഈ Ctrl+T വെച്ച് നമ്മൾ ആ പിക്ക് ഒന്ന് ചെറുതാക്കാൻ നോക്കുകയാണ്. നമ്മൾ ബേസായിട്ട് പറഞ്ഞു തരുന്നു, നിങ്ങളിത് ബോറടിപ്പിക്കാമെന്ന് കരുതരുത് കേട്ടോ. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഈ മൂവ് ടൂളിൽ വരുന്നത്. നെക്സ്റ്റ് നമുക്ക് മൂവ് ടൂളിൽ കഴിഞ്ഞിട്ട് റെക്റ്റാങ്കിൾ മാർക്ക് ടൂൾ നോക്കാം. അതെന്താണെന്ന് വെച്ചാൽ റെക്റ്റാങ്കിൾ ഷേപ്പിൽ നമുക്ക് ഒരു ഒബ്ജക്റ്റ്, ഫോട്ടോ എന്തു വേണമെങ്കിലും ആവാം, നമുക്കതിനെ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. എങ്ങനെ, റെക്റ്റാങ്കുലർ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാനൊരു ഫോട്ടോ വീണ്ടും ഓപ്പൺ ആയി. എന്നിട്ട് നമ്മൾ ഈ റെക്റ്റാങ്കിൾ മാർക്ക് ടൂൾ, അതായത് ഷോർട്ട് കീ വരുന്നത് M ആണ്. അത് നമ്മൾ ജസ്റ്റ് അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അപ്പോൾ സെലക്ട് ചെയ്യുമ്പോൾ കണ്ടോ ഓപ്ഷൻസുകൾ നോക്കി, ന്യൂ സെലക്ഷൻ, ആഡ് ടു സെലക്ഷൻ, സബ്ട്രാക്റ്റ്, ഇത്രയും ഈ സെലക്ഷൻസ് അവിടെ മേലെ ഓപ്ഷൻസ് ആയിട്ട് വരും. അപ്പോൾ നമ്മൾ എന്താ വേണ്ട, അതിൽ ആഡ് ടു സെലക്ഷൻ വെച്ചിട്ട് എപ്പോഴും ഏത് ടൂൾ എടുക്കുമ്പോഴും ഈ കട്ട് ചെയ്യണ ടൂളാവുമ്പോൾ ഈ ആഡ് ടു കൊടുത്തിട്ട് ചെയ്യാൻ ശ്രമിക്കുക. അതല്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് നമ്മുടെ സെലക്ഷൻ ഒന്ന് കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞാൽ വീണ്ടും ആദ്യം തൊട്ട് സെലക്ട് ചെയ്തുകൊണ്ടിരിക്കേണ്ടി വരും. ഇതിപ്പോൾ ഞാൻ നിങ്ങൾക്ക് ആഡ് ടു കാണിക്കുന്നത് ഇങ്ങനെ കൂടുതൽ ആഡ് ചെയ്ത് സെലക്ഷൻസ് നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറ്റും എന്ന് കാണിച്ചു തരുന്നതാണ് കേട്ടോ. ഇനിയിപ്പോൾ ഈ സെലക്ഷൻ നിങ്ങൾക്കിപ്പോൾ ആവശ്യമില്ല, അപ്പോൾ നേരെ നമ്മൾ Ctrl+T അടിച്ചാൽ എന്താവും, ആ സെലക്ഷൻ ഡീസെലക്റ്റ് ആവും. അപ്പോൾ ഡീസെലക്റ്റിൻ്റെ ഷോർട്ട് കീ എന്താണ്, Ctrl+D. അത് D എന്നുള്ള ലെറ്റർ ഒന്ന് ഓർത്ത് വെച്ചാൽ നിങ്ങൾക്ക് ആ ഷോർട്ട് കീസൊക്കെ ഇതേപോലെ ഫസ്റ്റ് ലെറ്റേഴ്സ് ഓർത്ത് വെച്ചാൽ മതി. അപ്പോൾ ഈ ആഡ് ടു സെലക്ഷൻ അതാണ്. ഇനി സബ്ട്രാക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മേലത്തെ ഓപ്ഷൻസ് നിങ്ങൾക്ക് കൈയോടെ പറഞ്ഞു തരുന്നുള്ളൂ. അതായത് നമ്മൾ സെലക്ട് ചെയ്ത ഭാഗം എന്തെങ്കിലും അത്യാവശ്യം വേണ്ടായികയുണ്ടെങ്കിൽ അത് നമ്മൾ ആ ഭാഗം ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുന്നതാണ് എന്ത്, സബ്ട്രാക്ട്സ്. അപ്പം അതാണ് സബ്ട്രാക്ട്സ് എന്ന് പറയുന്നത്. ഇനി ന്യൂ സെലക്ഷൻ എന്ന് പറയുമ്പോൾ ഓൾറെഡി ഉള്ളതൊക്കെ പോകും, പിന്നെ അതിന് തൊട്ട് സെലക്ഷൻസ്
വരും. അതാണ് ന്യൂ സെലക്ഷൻസ് എന്ന് പറയുന്നത്. ഈ ഇൻ്റർസെക്റ്റ് വിത്ത് സെലക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ആ സെലക്ട് ചെയ്തതിൻ്റെ ഉള്ളിൽ നിന്ന് കുറച്ച് ഏരിയ അതിലേക്ക് കട്ടായി പോവും. അതാണ് വരുന്നത് കേട്ടോ. അപ്പോൾ നമുക്കിപ്പോൾ ഇവിടെ അത്യാവശ്യം വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ആഡ് ടു സെലക്ഷനാണ്. അത് വെച്ചിട്ട് നമ്മൾ നേരെ അങ്ങോട്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക എപ്പോഴും. ഓക്കെ, ഞാനിപ്പോൾ ഇത്രയും ഒരു ഏരിയ സെലക്ട് ചെയ്തു. എന്നിട്ട് എപ്പോഴും എന്ത് ചെയ്യണം, മൂവ് ചെയ്യണമെങ്കിൽ എന്ത് വേണം, മൂവ് ടൂൾ തന്നെ വേണം. അപ്പോൾ നമ്മൾ മൂവ് ടൂൾ എടുത്തു. മൂവ് ടൂൾ എടുത്തിട്ട് നമ്മൾ ജസ്റ്റ് ഇവിടെ ഇടാം. മൂവ് ടൂളിൻ്റെ ഷോർട്ട് കീ വി ആണെന്ന് തോന്നുന്നു. അപ്പോൾ ജസ്റ്റ് ഇതേ ഇങ്ങനെ കൊടുത്തിട്ട് കണ്ടോ, ഇതാണെന്ത് റെക്റ്റാങ്കിളിൽ മാർക്ക് ടൂൾ എന്ന് നോക്കിയത് റെക്റ്റാങ്കിളിൽ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നോക്കിയാൽ ലെയേഴ്സ് നോക്കിയാൽ ഇത്രയും ലെയേഴ്സ് നമ്മൾ ഈ ലെയർ ബോക്സിൽ അതായത് സൈഡിൽ വന്ന് കിടക്കുന്നുണ്ട്. അപ്പോൾ ഒരു ലെയർ നമുക്ക് വേണ്ട. അപ്പോൾ ആ ലെയർ ഒന്ന് സെലക്ട് ചെയ്തിട്ട് ഡിലീറ്റ് ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ലെയർ ഡിലീറ്റായി പോകും. ഓക്കെ, ഇനി അതിൽ തന്നെ നമുക്ക് ഇവിടെ ഡ്രാഗ് ചെയ്തിട്ട് അതിലൊരു ഡിലീറ്റ്, ആ ലെയർ ബോക്സിൽ ഡിലീറ്റ് എന്നുള്ളൊരു ബോക്സ് കാണാം. അപ്പോൾ അതിലേക്ക് ഡ്രാഗ് ചെയ്തായാലും നമുക്ക് കൊണ്ടിടാം. കണ്ടോ, ഇങ്ങനെ നമ്മൾ 2 പിക്ക് പല ടൈപ്പിലായിട്ട്, പല ടൈപ്പൊന്നുമില്ല, റെക്റ്റാങ്കുലർ ടൈപ്പിലും പിന്നെ ഒരു പിക്ക് അങ്ങനെ തന്നെ മൂവ് ചെയ്തിടുകയും ചെയ്തു. ഇത്രയാണ് നമ്മൾ ഇതിൽ പറയുന്നത്. ഇനി ഈ സൈഡിൽ ലെയർ കണ്ടോ, ഞാൻ ലെയർ ഒപ്പാസിറ്റി കുറച്ചപ്പോൾ നോക്കി ആ പേജായിട്ട് അത് ലയിച്ച് നിന്നു. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ. ഇങ്ങനെയാണ് ആ ബാക്ക്ഗ്രൗണ്ടിലേക്ക് ആ ഒരു പിക്ക് ലയിപ്പിച്ചെടുക്കുന്നത്. കണ്ടോ, ഇത്ര ഈസിയാണ് അത്. റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇലപ്റ്റിക്കൽ മാർക്ക് ടൂൾ എന്ന് പറഞ്ഞിട്ട് അതൊക്കെ എടുക്കുന്നത് കാണാം. അതെന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ റെക്റ്റാങ്കിളിൽ കട്ട് ചെയ്ത സെയിം കാര്യം തന്നെ അതിങ്ങനെ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്യാം, അതാണ്. പിന്നെ സെലക്ഷൻസൊക്കെ സെയിം തന്നെ. ആഡ് ടു സെലക്ഷൻ ഓണാക്കി കൊടുക്കുക, എന്നിട്ട് ജസ്റ്റ് ഡ്രാഗ് ചെയ്യുക. ഇപ്പം നമ്മളൊരു ഭാഗം കണ്ടോ ഓവൽ ഷേപ്പൊക്കെ ആയിട്ട് മാറുന്നു. അപ്പോൾ അതിനെന്താ വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ കൺട്രോൾ പ്രസ് ചെയ്തിട്ടാണ് നമ്മളത് ഡ്രാഗ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, സെലക്ഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് കറക്റ്റ് സർക്കിളായിട്ട് നിൽക്കും. എന്നിട്ട് ജസ്റ്റ് നമ്മൾ ആ ഒരു ആരോ കീ വെച്ചിട്ട് മൂവ് ടൂൾ ഓണാക്കുന്നതിന് മുന്നായിട്ട് ആരോ കീ വെച്ചിട്ട് ഒന്ന് മൂവ് ചെയ്തിടുക. മൂവ് ടൂൾ ഓണാക്കിയിട്ടാണ് നമ്മൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ സെലക്ട് ചെയ്ത ഭാഗം തന്നെ വരുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങളത് കണ്ടോ. അപ്പോൾ എന്ത് ചെയ്യണം, കൺട്രോൾ സെഡ് അടിച്ചു. അതിന് ഞാനത് ആ സെലക്ഷൻ ടൂൾ വെച്ചിട്ട് തന്നെ മൂവ് ടൂൾ ജസ്റ്റ് ഓണാക്കി കൊടുത്തു. അപ്പോൾ ഞാൻ ജസ്റ്റ് ലെഫ്റ്റിക്ക് ഓക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സെലക്ഷനിൽ വെച്ചിട്ട് വേണം എന്ത് ചെയ്യാൻ, മൂവ് ചെയ്ത് നമ്മൾ ആ പേജിലേക്ക് കൊണ്ടുവന്നിടാൻ. കണ്ടോ, അപ്പോൾ നമ്മൾ റൗണ്ട് ഷേപ്പിൽ ആ പിക്ക് കട്ട് ചെയ്തെടുത്തു. ഓക്കെ, ഈ 2 ഇതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത ക്ലാസ്സിൽ ബാക്കി കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു തരാം. പാസ്പോർട്ട് സൈസ് ഫോട്ടോ സെറ്റ് ചെയ്യണതും ഒക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ആരും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.